നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാചകവാതക ക്ഷാമത്തിനിടയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധ മാർച്ചും ധർണയുമായി LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി. ചെയർപോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ട് നടത്താനുള്ള അപേക്ഷ നിരസിച്ചു. ഈ മാസം 24, 29, 30 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിനാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. ഊരകം ALP സ്കൂളിൽ കോൺവൊക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും KG കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുമാണ് കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചത്. പല്ലിശ്ശേരി ചിറ്റേങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വ്യാഴാഴ്ച വരെയാണ് യജ്ഞം നടക്കുക. വാർത്തകൾ വിശദമായി. പാചകവാതക ക്ഷാമത്തിനിടയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധ മാർച്ചും ധർണയുമായി LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി. ചെയർപോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകത്തിന്റെ ലഭ്യതയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ നാടാകെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വിളിച്ച മുദ്രാവാക്യം പാചകവാതക ഗ്യാസ് സിലിണ്ടർ ലഭിക്കണം എന്നതാണ്. തീർച്ചയായിട്ടും ഇതിന് ലഭ്യതയില്ലാത്ത സാഹചര്യത്തിലേക്ക് നാട് പോവാണ്. ഇതുപോലെ വിലക്കയറ്റം, പാചകവാതകത്തിന് വില വർദ്ധിച്ചത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് ഇപ്പോൾ അവസാനം പ്രഖ്യാപിക്കുന്നു 27 ദിവസത്തിനുള്ളിലേ ഇത് ബുക്ക് ചെയ്യാൻ പറ്റൂ, അഥവാ ഏറി വന്നാൽ ലഭിക്കും. ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ഒരു 6-7 പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ 23-24 ദിവസത്തിനകം ഗ്യാസ് തീരും, ഗ്യാസ് കുറ്റി അവസാനിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ കോടിക്കണക്കിന് വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇല്ലാതെ വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് അടുപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചപ്പ്, ചവറുകൾ, പട്ട എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ കാലം പുരോഗമിച്ചതോടുകൂടി അടുപ്പ് എന്നൊരു സംവിധാനം തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇങ്ങനെ വന്നാൽ, ഗ്യാസ് ഇല്ലാതെ വന്നാൽ ആ കുടുംബങ്ങളുടെ ഭീകരാവസ്ഥയെ സംബന്ധിച്ച് ചിന്തിക്കൂ. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PA വോഗീസ്, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, CPI ചെയർപ് ഏരിയ സെക്രട്ടറി KK ജോബി എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ട് നടത്താനുള്ള അപേക്ഷ നിരസിച്ചു. ഈ മാസം 24, 29, 30 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിനാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് 100 മീറ്റർ ചുറ്റളവിൽ വീടുകൾ ഉണ്ടെന്ന് കാണിച്ചാണ് ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. മുൻ വർഷങ്ങളിൽ നടന്ന വെടിക്കെട്ടിനെ തുടർന്ന് സമീപത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പറയുന്നു. കൂടാതെ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് നിന്ന് കാഴ്ചക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് 100 മീറ്റർ ദൂരം വേണമെന്ന മാനദണ്ഡം പാലിക്കാൻ സാധിക്കാത്ത സാഹചര്യവും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യം ഇല്ലെന്നാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പറയുന്നത്. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വെടിക്കെട്ടിന് അനുമതി നൽകരുതെന്ന് ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ഫയർ ഓഫീസറും ആവശ്യപ്പെട്ടിരുന്നു. ഊരകം ALP സ്കൂളിൽ കോൺവൊക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും KG കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുമാണ് കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ ശരണ്യ വൈശാഖദാസ് കോൺവൊക്കേഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന കുട്ടികൾ
അവർക്ക് എൻ്റെവിധ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇന്ന് അവർ എന്താ പറയുക, കോട്ടും തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത് അവരൊരു കഴിവിൻ്റെ അംഗീകാരമാണ്. ആ അംഗീകാരത്തിൻ്റെ പിറകിൽ നിന്ന എല്ലാ പേരൻസിനും അധ്യാപകർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. പിന്നെ ഈ നല്ലൊരു ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സ്കൂൾ മാനേജർ കെ.ജി. അച്യുതൻ അധ്യക്ഷനായി. കെ.ജി. കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പ്രധാനാധ്യാപിക ജിനിയും അധ്യാപിക ഗിരിജയും ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് PR സന്തോഷ്, സ്കൂൾ ഇൻചാർജ് വിജയൻ ചേന്നനാത്ത്, വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് രമ ജ്യോതികുമാർ, വിദ്യാലയ വികസന സമിതി സെക്രട്ടറി രാകേഷ് ഉണ്ണിയാമ്പുറം, അധ്യാപകരായ പ്രീത, സുമ, ശ്രീലക്ഷ്മി, നിർമ്മൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മധുര വിതരണവും നടന്നു. പല്ലിശ്ശേരി ചിറ്റേങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വ്യാഴാഴ്ച വരെയാണ് യജ്ഞം നടക്കുക. മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി തൃശൂരാണ് യജ്ഞാചാര്യൻ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ നല്ല രീതിയിൽ എല്ലാ വർഷവും സപ്താഹം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ചിറ്റേങ്കര ക്ഷേത്രം. ശ്രീകൃഷ്ണമൂർത്തിയും വാമനമൂർത്തിയും നരസിംഹമൂർത്തിയും 3 പേരും കൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് ചിറ്റേങ്കര ക്ഷേത്രം. ഞാനും ഇടയ്ക്ക് വന്ന് ദർശനം നടത്തി പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ഒരു പ്രത്യേകത, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സപ്താഹത്തിന് അത്യാവശ്യം ആളുകൾ, ഭക്തന്മാർ വന്നു ചേരുന്ന ഒരു ക്ഷേത്രമാണ് ചിറ്റേങ്കര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ നാട്ടിലെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനും ഈ സപ്താഹം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു തീർക്കുന്ന ഒരു ഹൈന്ദവ ആചാരമാണ് ഭാഗവത സപ്താഹം. ശ്രീകൃഷ്ണന്റെ ലീലകളാണ് ഈ സപ്താഹത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. യജ്ഞാചാര്യൻ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, കാരപ്പുറത്ത് അപ്പുമേനോൻ, പരമേശ്വരൻ, നാരായണസ്വാമി, ഗോപിനാഥൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മാസം 20 വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. രാവിലെ ശ്രീകൃഷ്ണൻ, നരസിംഹം, വാമനൻ എന്നീ ദേവന്മാർക്ക് നവകം, പഞ്ചഗവ്യം, പാൽപായസം, നിവേദ്യം എന്നിവ സമർപ്പിക്കും. ഉപയോഗശൂന്യമായി കിടന്ന ചേർപ്പ് പെരുവനം തൊടുകുളം ശുചീകരിക്കാൻ നാടൊരുങ്ങുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പെരുവനം തൊടുകുളം ഉടൻ ശുചീകരിക്കാൻ തീരുമാനമായത്. ഈ മാസം 27-നാണ് പെരുവനം പൂരം നടക്കുന്നത്. പൂരത്തിൽ പങ്കാളികളാകേണ്ട ദേവി ദേവന്മാരുടെ പ്രധാന ആറാട്ട് കുളമാണ് തൊടുകുളം. 4 വർഷം മുൻപ് 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് തൊടുകുളത്തിന്റെ ഏതാനും ഭാഗങ്ങൾ പണി തീർത്തിരുന്നു. എന്നാൽ കുളം പൂർണ്ണമായും നവീകരിക്കാനായില്ല. ദേവിമാരുടെ ആറാട്ട് നടക്കേണ്ട തൊടുകുളം ശുചീകരിക്കാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തൊടുകുളം മലിനമായി കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് നേരത്തെ മീഡിയ 4 റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേവസ്വം ബോർഡും പരിഗണിക്കാത്ത സ്ഥിതിയെ തുടർന്നാണ് പഞ്ചായത്ത് നേതൃത്വം നൽകി കുളം ശുചീകരിക്കാൻ തീരുമാനിച്ചത്. ഭരണസമിതി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് തൊടുകുളം ശുചീകരിക്കുക. ശനി, ഞായർ ദിവസങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. തൊടുകുളം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നാളെയും മറ്റന്നാളും, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങളത് വൃത്തിയാക്കൽ യത്നം ആരംഭിക്കുകയാണ്. നാളെ രാവിലെ 7 മണി മുതൽ തുടങ്ങും. അതിന് വേണ്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നല്ലവരായ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, അവരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. വേനലിൽ പക്ഷികൾക്ക് ദാഹം അകറ്റാൻ ഊരകം CMS LP സ്കൂൾ മുറ്റത്ത് പാനപാത്രങ്ങൾ സജ്ജീകരിച്ചു. അക്ഷരശ്രീ സഖ്യമാണ് പറവകൾക്ക് കുടിനീർ നിറച്ച പാത്രങ്ങൾ ഒരുക്കിയത്. സ്കൂൾ മുറ്റത്തെ മരത്തണലിൽ സ്ഥാപിച്ച മൺചട്ടികളിലാണ് പറവകൾക്കായി കുടിനീര് നിറച്ചിരിക്കുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക ലീമോൾ സിവോഗീസ് ഉദ്ഘാടനം ചെയ്തു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, യൂണിറ്റ് അംഗങ്ങളായ വൈഗ ഗോപകുമാർ, MB ആയിഷ, എവിൻ ജൂഡ്, ആൻ മരിയ ജോബി, PR ശ്രീലക്ഷ്മി, VK അമൃതവേണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാമിൽ കാറിനുള്ളിൽ തോക്കുപയോഗിച്ച് മധ്യവയസ്കൻ ജീവനൊടുക്കിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. മധ്യവയസ്കന് അനധികൃതമായി തോക്ക് കൈമാറിയതിനാണ് പ്രതികൾ അറസ്റ്റിലായത്. പുല്ലൂർ ആസാദ് റോഡ് സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ ജോസ് ജീവനൊടുക്കിയ കേസിലാണ് കൃത്യത്തിനുപയോഗിച്ച് തോക്ക് നൽകിയ പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത്. വടക്കാഞ്ചേരി മംഗലം കാലായിൽ വീട്ടിൽ ജസ്റ്റിൻ മാത്യു, ഇടുക്കി കുമളി സ്വദേശി തറപ്പിൽ വീട്ടിൽ റീഗൻ ജോസഫ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജസ്റ്റിനെ വടക്കാഞ്ചേരിയിൽ നിന്നും റീഗനെ കുമളിയിൽ നിന്നുമാണ് പിടികൂടിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 10-ന് ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ഗാന്ധിഗ്രാമിൽ നിർത്തിയിട്ട കാറിൽ ജോസ് എന്നയാൾ തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പും ജീവനൊടുക്കാൻ ഉപയോഗിച്ച തോക്കും കാറിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. പ്രതികളായ ജസ്റ്റിനും റീഗനുമാണ് തനിക്ക് തോക്ക് നൽകിയതെന്ന വിവരം ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അക്കാദമിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ആൻഡ് ബാലിസ്റ്റിക് ഓഫീസർ അജയ് ബാബു തോക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. നിയമവിരുദ്ധമായി നിർമ്മിച്ച തോക്കിന് ലൈസൻസ് ലഭ്യമല്ലെന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയുധ നിയമപ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. ഇരിങ്ങാലക്കുട SHO MK ഷാജി, SIമാരായ ടി അഭിലാഷ്, അനു ജോസ്, ഗ്രേഡ് SI MA മുഹമ്മദ് റാഷിദ്, ഗ്രേഡ് സീനിയർ CPOമാരായ രഞ്ജിത്ത്, ഗിരീഷ്, CPOമാരായ ഉമേഷ്, ഗിരീഷ്, ഡാൻസ് ഓഫിലെ ഗ്രേഡ് SIമാരായ സതീശൻ, മൂസ, ജയകൃഷ്ണൻ, ഗ്രേഡ് ASIമാരായ ഷിജോ, AU റെജി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡോ കവലക്കാട് രചിച്ച ഗോൾഡൻ ബൈബിൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പുറത്തിറക്കി. ഒല്ലൂർ ഗമകം സംഗീതവേദി, പനംകുറ്റിച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ഒരുക്കിയ പാട്ടരങ്ങ് വേദിയിലായിരുന്നു പുസ്തക പ്രകാശനം. തിരുവനന്തപുരം കോർപ്പസ് ആണ് ആൻഡോ കവലക്കാട്ട് രചിച്ച ഗോൾഡൻ ബൈബിൾ എന്ന പുസ്തകത്തിന്റെ പ്രസാധകർ. ഒല്ലൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നിയും സെക്രട്ടറി KR ഔസേഫും ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. അനിൽ പടവരാട്, AA ജോസ്, വിശ്വനാഥൻ, നിഷ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. കുച്ചിപ്പുടിയിൽ അതിപ്രധാന ഇനമായ തരംഗ നൃത്തത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി സായുജ്യ ശ്രീജിത്ത്. തരംഗ നൃത്തത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായാണ് സായുജ്യ ശ്രീജിത്ത് അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. ഇതാണ് നമ്മുടെ ബാലപ്രതിഭ. കുച്ചിപ്പുടിയിൽ പഞ്ചജാതി ജതികൾ അവതരിപ്പിച്ചാണ് സായുജ്യ ശ്രീജിത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം കണ്ടെത്തിയത്. 2 മിനിറ്റ് മാത്രം സമയമെടുത്തായിരുന്നു ഈ നേട്ടം കൈവരിച്ചത്. കുട്ടനല്ലൂർ സ്വദേശികളായ ശ്രീജിത്ത്, നയനേന്ദു ദമ്പതികളുടെ മകളാണ് സായുജ്യ. കല്ലൂർ VLP സ്കൂൾ വിദ്യാർത്ഥിനിയാണ് സായുജ്യ ശ്രീജിത്ത്. തൃശൂർ ആത്മകലാപീഠത്തിൽ നടനോപാസകനായ കണ്ണൻ മാസ്റ്റർക്ക് കീഴിലാണ് സായുജ്യ നൃത്ത പഠനം നടത്തുന്നത്. ചെറുപ്രായത്തിൽ തന്നെ നാട്ടുവാങ്കത്തിൽ മികവ് തെളിയിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാൻ സായുജ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. 2025 തൃശ്ശിവപ്പേർ നടനോത്സവത്തിൽ ബാലപ്രതിഭ അവാർഡും സായുജ്യ സ്വന്തമാക്കി. 41ാമത് ചണ്ഡാള ജയന്തി ആഘോഷത്തിൽ സായുജ്യ ശ്രീജിത്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി അവതരണം ആസ്വാദക ശ്രദ്ധ നേടിയിരുന്നു. പടിഞ്ഞാറെ മഹ്ളറ പള്ളിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മഹൽ ഖത്തീബ് സലീം ഫൈസി, മഹൽ പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ, സെക്രട്ടറി NM അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം വിതരണം ചെയ്തു. ഇസ്ഹാഖ് തൊട്ടുങ്ങൽ, അബ്ദുൾ ജലാൽ, ES ഭക്കർ, ഷാഹുൽ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. നാനാജാതി മതസ്ഥരായ നിരവധി പേരാണ് സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തത്.
ചേറ്റുവ പുഴയിൽ ഡ്രഡ്ജിങ്ങിനെ തുടർന്ന് തീരമേഖലയിൽ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ വിദഗ്ധ സംഘം എത്തി. മണലെടുപ്പ് വിഷയത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം. ചേറ്റുവ പുഴയിൽ മണലെടുപ്പുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഡ്രഡ്ജിംഗ് മൂലം തീരപ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായെന്ന് അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് പരിഗണിച്ച ഹൈക്കോടതി പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സംഘം ചേറ്റുവയിലെത്തിയത്. ഡെപ്യൂട്ടി കളക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു വിദഗ്ധ സംഘം. ഡെപ്യൂട്ടി തഹസിൽദാർ MD ബിജുമോൻ, ഖനന ഭൂവിജ്ഞാന വകുപ്പിലെ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ, ദേശീയപാത കരാർ കമ്പനി ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 50ഓളം പേരാണ് വിദഗ്ധ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ഹർജിക്കാരൻ ലത്തീഫ് കെട്ടുമലിന്റെ സാന്നിധ്യത്തിലാണ് ചേറ്റുവ പുഴയ്ക്ക് സമീപത്തെ വീടുകളിൽ പരിശോധന നടത്തിയത്. അറക്കൽ കുറുപ്പത്ത് വീട്ടിൽ പാത്തൂട്ടി, പണിക്ക് വീട്ടിൽ കുറുപ്പത്ത് നഫീസ, തേർ വീട്ടിൽ വിശ്വംഭരൻ, മാങ്ങാടി പുഷ്പാകരൻ എന്നിവരുടെ വീടുകളിലാണ് നാശനഷ്ടവുമായി ബന്ധപ്പെട്ട് പരിശോധന നടന്നത്. ലത്തീഫ് കെട്ടുമൽ നൽകിയ ഹർജിയിന്മേലുള്ള കേസ് ഈ മാസം 19-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മാളയിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ വീട്ടമ്മയുടെ പണമടങ്ങിയ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങളായ 2 തമിഴ് യുവതികൾ അറസ്റ്റിൽ. തമിഴ്നാട് ശിവകാശി റെയിൽവേ ഉന്നതി സ്വദേശിനികളായ സീന, മഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച 8:15 പറമ്പി റോഡിൽ വെച്ചാണ് സംഭവം നടന്നത്. മരിയ മോട്ടോഴ്സ് എന്ന ബസ്സിലെ യാത്ര ചെയ്തിരുന്ന തുമ്പൂർ സ്വദേശി കല്ലിക്കര വീട്ടിൽ ലതികയുടെ 10,000 രൂപ അടങ്ങിയ ബാഗ് മോഷ്ടിക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. വീട്ടമ്മ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിലാണ് മോഷണ ശ്രമമുണ്ടായത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മാള എസ്ഐമാരായ ബെന്നി ഷാലി, ASI ഷാജിദ, CPO അഖിലേഷ് എന്നിവർ പ്രതികളെ പിടികൂടി സംഘത്തിലുണ്ടായിരുന്നു. എരുമപ്പെട്ടിയിൽ കിടപ്പ് രോഗിയായ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്നു. മാനസിക അസ്വാസ്ഥ്യമുള്ള മകനും തെരുവുനായയുടെ കടിയേറ്റു. തെരുവുനായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടി സ്വദേശി കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ 84 വയസ്സുള്ള കാർത്തിയായനിക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30ക്കും 6:30ക്കും ഇടയിലാണ് സംഭവം നടന്നത്. 2 വർഷം എല്ല് പൊട്ടിയതിനെ തുടർന്ന് കാർത്തിയായനി കിടപ്പ് രോഗിയായി കഴിയുകയായിരുന്നു. മകൻ 60-കാരനായ ദേവദാസ് മാനസികാസ്വാസ്ഥ്യം മൂലം ചികിത്സയ്ക്ക് വിധേയനായി അമ്മയ്ക്കൊപ്പമാണുള്ളത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെ മറ്റൊരു മകനായ മണികണ്ഠൻ ഇരുവർക്കുമുള്ള ഭക്ഷണം നൽകാനെത്തിയതായിരുന്നു. ഈ സമയം തെരുവുനായ പുറത്തേക്ക് ഓടിപ്പോയി. വീടിനകത്ത് കട്ടിലിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു അമ്മ കാർത്തിയായനി. മുഖം ഉൾപ്പെടെ ദേഹമാസകലം മാംസം കടിച്ച് പറിച്ചെടുത്ത് വികൃതമായി ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു വയോധിക. സമീപത്ത് 4 കാൽവിരലുകൾ തെരുവുനായ ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിച്ച നിലയിൽ മകൻ ദേവദാസും. വിവരമറിഞ്ഞ് ഓടിയെത്തിയ തൊഴിലാളി ഉദയരാജനും തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റ ദേവദാസിനൊപ്പം കൊല്ലപ്പെട്ട വയോധികയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിനു പിന്നാലെ ഭയചകിതരായാണ് നാട്ടുകാർ വീടുകളിൽ കഴിഞ്ഞത്. ഇതിനിടെ പോലീസും നാട്ടുകാരും ആക്രമണകാരിയായ തെരുവുനായയെ പിടികൂടാൻ തെരച്ചിൽ തുടങ്ങിയിരുന്നു. തെരുവുനായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. തെരുവുനായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകും. മകൻ സതീഷ് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയം. തുകലുപയോഗിച്ച് ചെണ്ട വട്ടമൊരുക്കുന്ന മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായ സാഹചര്യം നിലനിൽക്കെയാണ് ദാരുണമായ സംഭവമുണ്ടായത്. അവണിശ്ശേരി 7 കമ്പനി സ്വദേശി പുറത്താള വീട്ടിൽ കൊച്ചക്കൻ മകൻ സുധാകരൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,730 രൂപ, പവന് 1,17,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാചകവാതക ക്ഷാമത്തിനിടയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധ മാർച്ചും ധർണയുമായി LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി. ചെയർപോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്.
ആറാട്ടുപുഴ പൂരം വെടിക്കെട്ട് നടത്താനുള്ള അപേക്ഷ നിരസിച്ചു. ഈ മാസം 24, 29, 30 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിനാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. പൂരകം ALP സ്കൂളിൽ കോൺവൊക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും KG കോഴ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുമാണ് കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചത്. പല്ലിശ്ശേരി ചിറ്റേങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വ്യാഴാഴ്ച വരെയാണ് യജ്ഞം നടക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.